നമുക്ക് ആ വിഷ്വലിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇത് സ്ത്രീ ശാക്തീകരണ മാഡത്തിലേക്ക് ഞാൻ തിരിച്ചു വരാം. നമ്മളിപ്പോ കണ്ട വിഷ്വലിൽ ഉള്ള ഉദ്യോഗസ്ഥൻ സാറല്ലേ, താങ്കളല്ലേ? അല്ല, പറഞ്ഞു വന്നപ്പോ ഉടക്കി പോയതാ. അല്ല, ഇത് എങ്ങനെ നിങ്ങൾ അതാണ് നാടോടി വിഷൻ. നിങ്ങൾ അറിയാതെ നിങ്ങൾക്കിടയിൽ നടക്കുന്ന എല്ലാ രഹസ്യ സംഭവങ്ങളും നാടോടി വിഷൻ ഒളി ക്യാമറയിൽ ഷൂട്ട് ചെയ്യാറുണ്ട്. എല്ലാത്തിന്റെയും ഉണ്ട്. സാർ ഒരു കാര്യം മനസ്സിലാക്കണം സാർ. സാർ അന്ന് നിങ്ങൾ ആ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച് അവരെ വെറുതെ വിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ദാരുണമായ ഒരു കൊലപാതകം നടക്കില്ലായിരുന്നു. സാർ ഒരു കാര്യം വ്യക്തമാണ് സാർ, ആ പ്രതികൾ അന്ന് വെറുതെ വിട്ട ആ പ്രതികളാണ് ഈ കൊലയ്ക്ക് പിന്നിലെ മുഖ്യ സൂത്രധാരന്മാരും പ്രതികളും. അതെ, മറുപടി പറയണം. അത് ഞങ്ങൾക്ക് അറിയാമല്ലോ. അത് ഞങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ടല്ലേ അവിടെ കൊലപാതകം നടന്നതിന് ശേഷം ഞങ്ങൾ ചെന്ന് അവന്മാരെ കൈയോടെ പൊക്കി അകത്തിട്ടത്. എന്തു മാങ്ങാത്തൊലിക്ക്? അത് ഞങ്ങൾക്ക് അറിയാലോ. ഞങ്ങൾ പോയി പൊക്കി അവന്മാരെ. എന്തിന്? ഇത് എന്നോട് ചോദിക്കാതെ അങ്ങോട്ട് ആ പുള്ളി ചുമ്മാക്കിയല്ലേ. ജസ്റ്റിസിനോടാണ് സാർ. കേൾക്കാമോ സാർ? സാർ എന്നോടോ? സാർ പ്ലീസ് സാർ. ഈ ദൃശ്യത്തിൽ നിന്ന് തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഈ സാറിന്റെ പങ്ക്, SIയുടെ പങ്ക് വളരെ വ്യക്തമാണ്. ഇന്ത്യൻ പീനൽ കോഡിന്റെ ഇദ്ദേഹത്തിന് പരമാവധി എന്ത് ശിക്ഷ നമുക്ക് കഴിയും? അതിലും വലിയ കോട്ടിന്നാ വിളിക്കുന്നത് പെണ്ണുമുള്ള. ഒരു ഒറ്റ സെക്കൻഡ്, ഒന്ന് കൊത്തു. ഹലോ, എന്നാടി? കരപ്പനാ ഇളവനാ? അത് കരപ്പനാ നീ എങ്ങനെ അറിഞ്ഞ? പേര് മൊത്തം ഉണ്ടോ? അല്ല, മൊത്തം ചൊറിച്ചിൽ. എടി ഞാൻ പറട്ടെ, അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എൻ്റെ പൊന്നെ എൽസി. അതിന് തെളിവ് കൊണ്ടുവരണം. തെളിവ് കൊണ്ടുവരാതൊന്നും ഒരു കാര്യം നടക്കത്തില്ല. ഞാൻ എന്നത് അത് നീ കരപ്പനാന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ വേണ്ടി ഞാനോട് ഇരിക്കണം. ഞാനോട് ചാനലിൽ ചർച്ചയ്ക്ക് ഇരിക്കല്ലേ? എനിക്ക് ആവശ്യമില്ലാതെ നീ കരപ്പനാന്ന് പറഞ്ഞ് എന്നെ വിളിക്കാതെ ഞാനിവിടെ ചാനലിൽ ചർച്ചയ്ക്ക് ഇരിക്കുക. അന്നേരം വിളിച്ചു നീ തെളിവ് കൊണ്ടാ. നീ അന്ന് പറഞ്ഞു കൊച്ചിന് വട്ടച്ചൊറിയാന്ന് പറഞ്ഞു. അത് വട്ടച്ചൊറിയായിരുന്നു, പുഴു കടിച്ചാലായിരുന്നു. ഞാൻ നീ തെളിവ് കൊണ്ടുവന്ന് ഞാൻ പരിശോധിച്ചിട്ട് അതിൻ്റെ വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യാം. ഇപ്പം ഞാൻ ചാനലിൽ ചർച്ചയ്ക്ക് ഇരിക്കുക. ഇനി എന്നെ വിളിച്ചേക്കരുത്, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ഓക്കെ, ശരി എന്നാ പറഞ്ഞോ. സാർ ഈ വിഷയത്തിൽ സാറിന്റെ അഭിപ്രായം എന്താണ്? സാറിന് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഈ കരപ്പം വരുമെന്ന് പറഞ്ഞാൽ 3 മുതൽ 4 വരെ പ്രായമുള്ള കുട്ടികൾക്കാണ് കരപ്പം വരുന്നത്. ഇത് വന്നു കഴിഞ്ഞാൽ ചൊറിച്ചിലോട് ചൊറിച്ചിലും. എന്തോ സാറേ പറയുന്നത്? ഇതെന്താ ഡോക്ടറോട് ചോദിക്കാൻ പരിപാടി അല്ല ഇത്? അയ്യോ, ഇത് ന്യൂസ് ടവറാണ്. ഇത് ന്യൂസ് ടവർ. സാർ ഈ വിഷ്വലിൽ കണ്ട ഈ ഉദ്യോഗസ്ഥൻ കാണിച്ച ഈ അനാസ്ഥയ്ക്ക് ഇന്ത്യൻ പീനൽ കോഡിന്റെ വകുപ്പ് അനുസരിച്ച് എന്ത് ശിക്ഷ കൊടുക്കാമെന്നാണ് ചോദ്യം. അത് പറയുകയാണെങ്കിൽ 1983 പാട്ട് വേണം. അയ്യോ, അത് കൊച്ചെഴുതിയതാ. ഇതല്ലല്ലോ സാധനം. അല്ല, ഞാൻ ഇതൊന്നും വേണ്ട, ഈ വിഷയം ഒന്നും വേണ്ട, ഇതിന്റെ ഡീറ്റെയിലും വേണ്ട. ഞാൻ പറയാം, ഇതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ കൊടുക്കുക. അതിന്റെ ശേഷം ഇതിന്റെ പിന്നീട് അന്വേഷണം വെക്കുക. അന്വേഷണം വെച്ചിട്ട് തെളിവുകൾ കൊണ്ടുവന്ന് തെളിവുകൾ നിരത്തിക്കഴിഞ്ഞാൽ ഇത് സത്യസന്ധമായ തെളിവുകൾ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് ഇതിന്റെ പേരിലുള്ള തെളിവ് എടുക്കാൻ പറ്റുള്ളൂ, നിയമ നടപടി എടുക്കാൻ പറ്റുള്ളൂ. തെളിവുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ ശിക്ഷിക്കാൻ മാത്രമല്ല, ഇദ്ദേഹത്തെ തൂക്കിക്കൊല്ലാം. എന്നിട്ട് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. ഈ തെളിവുകൾ, യഥാർത്ഥ തെളിവുകൾ കൊണ്ടുവാ, എന്നിട്ട് നിയമത്തിന് മുമ്പിലേക്ക് ഇയാൾ കൊണ്ടുപോകാം. ഒരു മിനിറ്റ്, സാർ എന്ത് വെളിവേടാണ് ഈ പറയുന്നത്? ഞാനാണ്ടേ വെളിവേട് പറഞ്ഞേ? ദൃശ്യങ്ങൾ കണ്ടതല്ലേ? ഇനി എന്ത് തെളിവാണ് നിങ്ങൾക്ക് കിട്ടാനുള്ളത്? ദൃശ്യങ്ങളിൽ വ്യക്തമല്ലേ? ദൃശ്യങ്ങളിൽ വ്യക്തമല്ലേ? എന്റെ പൊന്നു ചങ്ങാതി, നിങ്ങൾ വളവളാന്ന് വർത്താനം പറയല്ലേ? ഇന്നത്തെ കാലഘട്ടത്തിൽ യൂത്ത് അതിപ്രസരത്തിലൂടെ അവർ ചെയ്യുന്ന കമ്പ്യൂട്ടറിലെ ഗ്രാഫിക്സിലൂടെ ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇതുപോലുള്ള തെളിവുകൾ സ്വീകരിക്കാൻ സാധ്യമല്ല. യഥാർത്ഥ തെളിവ് എന്താണോ അത് കൊണ്ടുവരട്ടെ. എന്നിട്ട് നിയമത്തിന് നിങ്ങൾക്ക് ഞങ്ങൾ നൽകിയ ഈ വിഷ്വൽസ് നിങ്ങൾക്ക് എവിടെ ഏത് ലാബിൽ നിങ്ങൾ കൊണ്ട് പരിശോധിക്കാമല്ലോ. അത് നന്നായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആരാ ചെയ്തത്? ഫിലിം കാണും പോലെ ഉണ്ട്. അത് ഞങ്ങളുടെ ക്യാമറമാൻമാരുടെ ഒളി ക്യാമറയിലെ അവരുടെ കരവിരുതാണ്. പിന്നെയും തെളിവിനെ സംശയിക്കുന്നത് എന്ത് ബാലിശമാണ് സാർ? നിങ്ങൾ മിണ്ടായിരിക്കും. എന്നാൽ ഞാൻ മറ്റൊരു കാര്യം പറയാം. സത്യത്തിൽ ഇതിന്റെ കുറ്റക്കാർ എന്ന് പറയുന്നത് ഈ ചാനലാണ്, നിങ്ങളുടെ നാടോടി ആ വിഷൻ എന്ന് പറയുന്ന ചാനലാണ്. കാരണം നിങ്ങൾ ചെയ്തിട്ടുള്ള നിയമവിരുദ്ധമായ ഒരു കാര്യമാണ്, ഒളിക്യാമറയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. അതും ആ സ്റ്റേഷനിലും സംബന്ധിച്ച് നിങ്ങൾ ഷൂട്ട് ചെയ്തപ്പോൾ ആ സ്റ്റേഷന്റെ ഏതൊക്കെ ഭാഗത്ത് നിങ്ങൾ ഒളിക്യാമറ വെച്ചിട്ടുണ്ടാവാം. അവിടെ വനിതാ പോലീസുള്ള ഒരു സ്റ്റേഷനാണ്. വത്സയും, എന്റെ അറിവ് ശരിയാണെങ്കിൽ വത്സയും എൽസയും ബീനയും അടക്കമുള്ള വനിതാ പോലീസുള്ള പറഞ്ഞോട്ടെ മാഡം. സ്ത്രീകളടക്കം വനിതാ പോലീസുള്ള ആ സ്റ്റേഷനിൽ നിങ്ങൾ ബാത്റൂമിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഒളി ക്യാമറ വെച്ചിട്ടില്ലെന്ന് ആര് പറഞ്ഞു?
ഒളിക്യാമറ വെച്ച അതാണ്. നിങ്ങൾ ഒളിക്യാമറയിലാണ് ഷൂട്ട് ചെയ്തത്, നിങ്ങൾക്ക് വ്യക്തമായിട്ട് സ്ട്രേറ്റ് ക്യാമറയിൽ ഷൂട്ട് ചെയ്യാമായിരുന്നു. അപ്പൊ നിങ്ങൾക്കെതിരെയാണ് സത്യം പറഞ്ഞാൽ നടപടി എടുക്കേണ്ടത്. അത് ശരി, ഇപ്പൊ വാദി പ്രതിയായി. അതെ, സത്യം പറഞ്ഞ ഇവനെയൊക്കെ തൂക്കിക്കൊല്ലുക ചെയ്യട്ടെ സാറേ. എന്നാൽ നിങ്ങൾ തെളിവുകൾ കൊണ്ടുവരൂ. നിങ്ങൾ തെളിവുകൾ കൊണ്ടുവന്നാൽ അതിനെ വെച്ചുകൊണ്ട്, നല്ല തെളിവാണെങ്കിൽ അതിനെ വെച്ചുകൊണ്ട് ഞങ്ങൾ നിയമ നടപടിക്ക് കൊണ്ടുവരാം, നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാം. അല്ല, അതിനിപ്പോ ഞാൻ തെളിവിനിപ്പോ എവിടെ പോലെ, എന്റെ ഒളിക്യാമറ ഇല്ലല്ലോ. ആരാണെങ്കിലും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാം. എന്തിനാണ് സാർ, എന്തിനാണ്? എന്നിട്ട് ഇതിനെ പോലുള്ള വൃത്തികെട്ടവരെയൊക്കെ അകത്ത് കൊണ്ടുപോയി തീറ്റിപ്പോറ്റി പൃഥ്വിരാജിനെ പോലെ വെളിയിലോട്ടിറക്കാനല്ലേ? ഇപ്പോഴും കുറെ ആൾക്കാർ അകത്ത് കിടപ്പുണ്ടല്ലോ സാർ, തിന്നു കൊഴുത്ത് പഴുത്ത്. ഗോവിന്ദസ്വാമി, ചിന്നസ്വാമി, കുപ്പുസ്വാമി എന്നൊക്കെ പറഞ്ഞ് കുറെ ആൾക്കാർ. നിങ്ങൾ ഇങ്ങനെ ചുമ്മാ തീറ്റയുടെ കണക്ക് പറയല്ലേ? അവരെയൊക്കെ പിന്നെ ഞങ്ങൾക്ക് കൊല്ലാൻ പറ്റുമോ? വേണ്ട, നിയമത്തിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ജനങ്ങളുടെ കിടയിലേക്ക് വിട്ടുതരൂ സാർ. അപ്പൊ ജനങ്ങൾ അവരെ കാളംകുളം വെട്ടിക്കോളും. കറക്റ്റ് സാർ, സാർ ഇപ്പൊ പറഞ്ഞതാണ് പോയിന്റ്. സ്ത്രീ ശാക്തീകരണത്തിന്റെ വിഷയം സംസാരിക്കാൻ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. സ്ത്രീകൾ ഒരിക്കലും പുരുഷന്മാരുടെ പുറകിലല്ല, സ്ത്രീകൾ പുരുഷന്മാരുടെ ഒരുപടി മുന്നിലാണ്. എല്ലാ കാര്യത്തിലും അവർ അടിവെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ അഭിപ്രായത്തിൽ 90% സ്ത്രീ സംവരണം കൊണ്ടുവരേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഇന്ത്യയിൽ. ഇത് ഞാൻ എന്താണ് ഈ ചോദിച്ചത്, നിങ്ങൾ എന്താണ് ഈ പറഞ്ഞത്? സാർ, ഞാൻ അങ്ങോട്ട് വരികയാണ്. ഇതെന്ന് വരുമെന്നാണ്? അല്ല, ഞാൻ വിഷയത്തിലേക്ക് എന്ന് വരുമെന്നാ പറഞ്ഞത്. ഞാനതല്ലേ സംസാരിച്ചു. നേരം കൊണ്ടിരുന്ന് ശാക്തീകരണം ഉണ്ടാക്കാന്നുള്ളതുണ്ടോ? ശാക്തീകരണമുണ്ടോ? മനുഷ്യനെ പേടിപ്പിക്കാൻ കുറെ ആൾക്കാർ വന്നിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇതുപോലുള്ള വൃത്തികെട്ടവന്മാരെ തൂക്കിക്കൊല്ലണം. എന്റെ നേരെ കയറാനായിട്ട് വീട്ടിൽ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ചോണ്ട് വന്നിട്ട് അവന് തൂക്കിക്കൊള്ളണം പോലും. നീ എന്റെ വീട്ടിൽ വല്ലാതെ കൊണ്ട് കൊല്ലടാവേ. പൊടി തന്നെ ഏട്ടാ സാറേ, ജഡ്ജി യമാനെ, നിങ്ങൾ ഈ ചർച്ചക്കിടയിൽ കണ്ണിപ്പൊടി ഇടാൻ നോക്കരുത്. ഇത് മൂക്കിപ്പൊടിയാ. യുവാക്കൾക്കിടയിലുള്ള ഈ ആക്രമണ മനോഭാവം, അല്ലെങ്കിൽ ഈ ആക്രമണോത്സുകത, ആദ്യം പറഞ്ഞ തന്നെ പറ, അതല്ലേ എളുപ്പം. ഈ ആക്രമണോത്സുകത കുട്ടികളിലേക്കും പടർന്നു പിടിച്ചിരിക്കുകയാണ്. ഒരു റിപ്പോർട്ട്: പാലൂട്ടി വളർത്ത കിളി പളം കൊടുത്ത് പാർത്ത കിളി നാം വളർത്തും പച്ചൈ കിളി നാളെ വരും കച്ചേരിക്ക് ചെല്ലമായൻ ചെല്ലമ്മ. പാലൂട്ടി വളർത്ത കിളി പളം കൊടുത്ത് പാർത്ത കിളി എന്നും ചെല്ലമ്മ. പാലൂട്ടി വളർത്ത കിളി പളം കൊടുത്ത് പാർത്ത കിളി നാം വളർത്തും പച്ചൈ കിളി നാളെ വരും കച്ചേരിക്ക് ചെല്ലമ്മ. മനസ്സിലായി. എന്താ അച്ഛനോട് ഇപ്പൊ വലിയ സ്നേഹം? കാള വാല് വെക്കുമ്പോഴേ അറിയാം എന്തിനാണെന്ന്, കേട്ടോ. അമ്മ വന്ന കാര്യം പറ. അച്ഛാ, ഇതേ എനിക്കൊരു ആൻഡ്രോയിഡ് ഫോൺ വേണം. ഒരു ആൻഡ്രോയിഡ് ഫോൺ. ഇവിടെ ആൻഡ്രോയിഡ് മേടിക്കാൻ പോലും കാശില്ലായിരിക്കും. അവനൊരു ആൻഡ്രോയിഡ് ഫോൺ ഞാൻ അല്ല വീക്കാൻ പറ്റില്ല ഞാൻ. അച്ഛാ, എന്റെ കൂട്ടുകാർക്കൊക്കെ ഉണ്ട് അച്ഛാ. ആണോ? കൂട്ടുകാർക്ക് എല്ലാവർക്കും ഉണ്ടോ? അന്ന് അതങ്ങ് കണ്ട് കൊച്ചങ്ങ് രസിച്ചാ മതി, കേട്ടോ. എനിക്ക് ആ ഫോൺ മേടിക്കാനുള്ള കാശ് തരണം. എടാ, ഇവിടെ റേഷ്യം മേടിക്കാൻ പോലും കാശില്ലാതിരിക്കുമ്പോഴത്തേനും അവൻ്റെ ഒരു ആൻഡ്രോയിഡ് ഫോൺ. ഇവിടെ പരീക്ഷ എടുത്ത് നീ എത്രയും പെട്ടെന്ന് പോയി വല്ല വായിച്ച് പഠിക്കാൻ നോക്ക്, അല്ലെങ്കിൽ ഇതുപോലെ തീ ഊതിക്കൊണ്ട് ഇവിടെ ഇരിക്കേണ്ടി വരും. ഞാൻ പിറവില്ല, ഞാൻ പറയാം, ഞാൻ കേട്ടോ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. വെച്ചിട്ടുണ്ട്. പാലൂട്ടി വളർത്ത കിളി പഴം കൊടുത്ത് പാർത്ത കിളി നാം വളർത്തും പച്ചൈ കിളി നാളെ വരും കച്ചേരി ചെല്ലമ്മ ചെല്ലമ്മ ചെല്ലമ്മ. ഹായ് ഗൈസ്, കുട്ടികളുടെ ആഗ്രഹം നടത്തി തരാത്ത എല്ലാ തന്തമാർക്കും തള്ളമാർക്കും ഈ തല്ല് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. Come on guys. 1, 2, 3. Yes. കുട്ടികളിലെ ഈ ആക്രമണ സ്വഭാവത്തിന് കാരണക്കാർ ആരൊക്കെയാണ്? യുവതലമുറയെ
വഴിതെറ്റിക്കുന്നതിന് ഉത്തരവാദികൾ ആരൊക്കെയാണ്? ഇതൊക്കെ എന്നോട് തന്നെ ചോദിക്കുന്നത്. അവിടെയൊക്കെ നിൽക്കില്ല ആള്. ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വ്യക്തമായ തെളിവ് വേണം. തെളിവില്ലാതെ ഒരാളെ ഉത്തരവാദിയാണെന്ന് പറഞ്ഞ് മുന്നിൽ കൊണ്ട് നിർത്താൻ പറ്റില്ല. അതുകൊണ്ട് വ്യക്തമായ തെളിവ് ഇതിന് ആവശ്യമാണ്, അത് വേണം. അത് തന്നെയാണ് സാർ ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം നമ്മളിപ്പോ കണ്ടുകൊണ്ടിരുന്ന വിഷ്വലിൽ ഒരു ആൺകുട്ടിയാണ് ഇടപെട്ടിരിക്കുന്നത്. അതിലൊരു പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ ലേഡീസ് കമ്മീഷൻ അതിൽ ഇടപെടും. കാരണം സ്ത്രീ ശാക്തീകരണവും സ്ത്രീ ഉന്നമനവുമാണ് ഈ കമ്മീഷൻ കൊണ്ട് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് തിരിച്ചു വരാം. ഒരു ഷോർട്ട് ബ്രേക്ക്. അത് തന്നെയാണ് സാർ ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം നമ്മളിപ്പോ കണ്ടുകൊണ്ടിരുന്ന വിഷ്വലിൽ ഒരു ആൺകുട്ടിയാണ് ഇടപെട്ടിരിക്കുന്നത്. അതിലൊരു പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ ലേഡീസ് കമ്മീഷൻ അതിൽ ഇടപെടും. കാരണം സ്ത്രീ ശാക്തീകരണവും സ്ത്രീ ഉന്നമനവുമാണ് ഈ കമ്മീഷൻ കൊണ്ട് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് മാത്രം പറയാൻ വേണ്ടി വന്നേക്കുവാണോ ഇത്? അല്ല, ഞങ്ങൾ പിന്നെ കമ്മീഷന്റെ കാര്യമല്ലേ പറയേണ്ടത്. എന്തോന്ന് കൺമഷി? ഇതിന് വല്ല കമ്മീഷനുണ്ടോ? ഏതിന്? സ്ത്രീയുടെ കാര്യങ്ങൾ എന്റെ മാത്രം. നിയമപാലകൻ മാമനും എന്റെ തെളിവ് മാമനും ഒരു കാര്യം മനസ്സിലാക്കണം. പറയൂ. ഞങ്ങൾ ഇതിന്റെ വ്യക്തമായ തെളിവുകൾ ഒളി ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് മാത്രം ഒളി ക്യാമറ നിങ്ങൾക്ക് എവിടെ നടാവേ? അയ്യോ, ഈ ഒളി ക്യാമറ ഒക്കെ എവിടൊക്കെയാണ് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഒളി ക്യാമറ ആകുമോ? അതിനായോ? അതുകൊണ്ട് നമുക്ക് ആ വിഷ്വൽ കാണാം. നല്ല കോള ഐസ്ക്രീം ഇട്ടിട്ടാണോ? ഐസ്ക്രീം ഇട്ടൊക്കെ ഇപ്പോഴത്തെ കാലത്ത് ജീവിക്കാൻ പറ്റും? ഇപ്പോഴത്തെ കാലത്ത് ജീവിക്കണം ഇത് തക്കട ഒരു പരിപാടിയൊക്കെ നടക്കും. പിന്നെ ഈ പൊതിയും മണിക്കൂട്ടിയൊക്കെ വിട്ടിട്ടാണ് കാര്യങ്ങൾ എങ്ങനെയൊക്കെ നടന്നു പോകും. അതെന്താ ഈ പൊതിയും മണിക്കുട്ടിയൊക്കെ? അതൊരു കോടാ. പൊതി എന്ന് വെച്ചാൽ നമ്മുടെ കഞ്ചാവില്ലേ, കഞ്ചാവ്. മണിക്കുട്ടി എന്ന് വെച്ചാണ്ട് മറ്റേ മയക്ക് വരുന്നത്. ഈ സ്കൂളിലെ പിള്ളേരൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ടോ? സ്കൂളിലെ പിള്ളേർക്ക് ഇത് ഉപയോഗിക്കേണ്ട ആദ്യമൊക്കെ മടിയായിരുന്നു. നമ്മളെന്ത് ചെയ്യുന്നറിയാം, ഈ ഐസ്ക്രീമിൽ മിക്സ് ചെയ്ത് അങ്ങ് കൊടുക്കും. ഒരു തവണ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത് ഉപയോഗിച്ച് ഇവിടെ തന്നെ വന്നിരിക്കും. അപ്പൊ നമ്മൾ നൈസായിട്ട് പൊതി അങ്ങ് കൊടുക്കും. പൊതി കൊടുത്തു കഴിഞ്ഞ് ആ പൊതിയുടെ കൊതി പിടിച്ച് വീണ്ടും ഇവിടെ വന്ന് പൊതി വെക്കും. വേണമെങ്കിൽ നല്ല ബിസിനസ് ഒരു പാർട്ണർഷിപ്പ് ചേരി കേരളത്തിൽ വിജയിക്കുന്ന ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ കഞ്ചാവ് തന്നെ ഏറ്റവും നല്ല ബിസിനസ്. ശരിയാണ്, കറക്റ്റാണ്. നോക്കാം. അത് കൊള്ളാം, മിടുക്ക ചേർക്കാൻ. കാശുണ്ടാക്കാൻ ഇത്ര നല്ല പണിയുണ്ടല്ലോ കഞ്ചാവ് വെച്ചടോ. അതിൽ നല്ല വേറെ ഒന്നുമില്ല. പോലീസ് പിടിച്ചില്ലല്ലേ, ഇഷ്ടം പോലെ ലാഭം. അത് പോലീസ് പിടിച്ചാൽ നിങ്ങൾ കണ്ടില്ല പോലെ. അല്ല, ഞങ്ങളും ജീവിക്കണ്ടായോ? മിസ്റ്റർ ജഡേജ, മിസ്റ്റർ ജഡ്ജി, ഇതൊരു തെളിവായി സ്വീകരിച്ചുകൊണ്ട് ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ പറ്റില്ലേ? ഒരിക്കലും പറ്റില്ല. ഇത് നിങ്ങൾ ഒളിക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തിരിക്കുന്ന സംഭവമാണ്, നേരിട്ട് പറഞ്ഞിട്ടുള്ളതല്ല. അയാള് അറിയാതെ അയാളുടെ മനസ്സിൽ തോന്നുന്ന അബോധാവസ്ഥയിൽ പറഞ്ഞ രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊരിക്കലും ഒരു തെളിവായിട്ട് സ്വീകരിക്കാൻ പറ്റില്ല. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഒന്നും സംഭവിക്കില്ല എന്ന് സാർ. അത് തന്നെയാണ് പറയുന്നത്. ഈ ലഹരി, മയക്കുമരുന്ന്, കഞ്ചാവ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സ്ത്രീ സമത്വത്തിന്റെ, സ്ത്രീ ഉന്നമനത്തിന്റെ, സ്ത്രീ ശാക്തീകരണത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ശാക്തീകരണം വാ തുറന്ന ശാക്തീകരണം, ഇതിന് മാത്രം ശാക്തീകരണം അവർ ഇവിടെ ഇരിക്കുന്നു. അത് സ്ത്രീ സമത്വം പ്രസംഗിക്കുന്ന നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ക്ലിപ്പ് അല്ല, ആറ്റിങ്ങിൽ നടന്ന അതിദാരുണമായ ഒരു സംഭവത്തിന്റെ വിഷ്വലിലേക്ക് ആശിച്ചും പോയി.